നമ്മളിന്ന് നോക്കുന്നത് മെയ് മാസത്തിൽ നടന്ന ഡ്രൈവർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലത്തെ 50 ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലാതാനും. ആരുടെ വാക്കുകളാണ് ഇത്? ആരുടെയാണ്? മഹാത്മാഗാന്ധിയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലാതാനും. മഹാത്മാഗാന്ധി. അടുത്ത ക്വസ്റ്റ്യൻ: ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം നവംബർ 26 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചത്. ഈ ദിവസം നവംബർ 26 നിയമദിനം, ഭരണഘടനാ ദിനം എന്നും അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വൈകുണ്ഠസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു. ശരിയാണ്. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചു. അത് തെറ്റാണ്. വേദാധികാര നിരൂപണം പ്രാചീന മലയാളം രചിച്ചത് ആരാണ്? ചട്ടമ്പിസ്വാമികളാണ്. ചട്ടമ്പിസ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് വൈകുണ്ഠസ്വാമികളുടേതാണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു ആരാണ്? അത് സ്വാമി വിവേകാനന്ദനാണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. അപ്പോൾ നോക്കുക, കറക്റ്റായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1, 3 ആണ് കറക്റ്റായിട്ട് ഉള്ളത്. 1, 3. അടുത്ത ക്വസ്റ്റ്യൻ: ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ അത് കളവങ്കോടാണ്. കളവങ്കോടാണ്. ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ അത് കളവങ്കോടാണ്. ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെയാണ്? ചെമ്പഴന്തിയിലാണ്. ചെമ്പഴന്തി, തിരുവനന്തപുരം. നാണു ആശാൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ്. ജീവിച്ചിരിക്കെ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ശിവഗിരി എന്താണ്? ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലമാണ് ശിവഗിരി. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ കേട്ടിട്ടുണ്ടല്ലേ? അരുവിപ്പുറം പ്രതിഷ്ഠ 1888 നടന്നത്. ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത് കാരമുക്കാണ്. കാരമുക്ക് വിളക്കമ്പലത്താണ് നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ: പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1-ാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. ശരിയാണ്. സാമൂഹിക പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. ഇത് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം പ്രചരിച്ചത്. ഓക്കെ, കറക്റ്റാണ്. പാട്ടുകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആശയം പ്രചരിപ്പിച്ചത്. 1, 3 ആണ് കറക്റ്റായിട്ടുള്ളത്. 1, 3 കറക്റ്റാണ്. അപ്പോൾ വില്ലുവണ്ടി യാത്ര നടത്തിയത് ആരാണ്? വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളിയാണ്. 1893 വെങ്ങാനൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. തുടർച്ചയായി 28 വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. പിന്നെ പുലിയലഹളയുടെ നേതാവും അയ്യങ്കാളി തന്നെയാണ്. 1915 പുലിയലഹള നടന്നത്. ഊരുട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് പുലിയലഹളയാണ്. നെടുമങ്ങാട് ചന്തലഹള, അതിന് നേതൃത്വം കൊടുത്തതും അയ്യങ്കാളിയാണ്. 1912 നെടുമങ്ങാട് ചന്തലഹള നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ ഏതൊക്കെയാണ്? ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മിഷണറി സംഘങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ലണ്ടൻ മിഷൻ സൊസൈറ്റി ഉണ്ട്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ 1, 3 ആണ് കറക്റ്റായിട്ടുള്ളത്. 1, 3. അപ്പോൾ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല അത് തിരുവിതാംകൂറാണ്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിയതാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ചർച്ച് മിഷനും കൂടെയുണ്ട്. കൊച്ചിയും തിരുവിതാംകൂറും ആയിരുന്നു പ്രവർത്തന മേഖല. ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ, ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചിയും തിരുവിതാംകൂറും. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. വക്കം അബ്ദുൽ ഖാദർ മൗലവി
വക്കം അബ്ദുൽ ഖാദർ മൗലവി, കേരള മുസ്ലിം ഐക്യസംഘം, കേരള മുസ്ലിം ഐക്യസംഘം. അയ്യങ്കാളി സാധുജന പരിപാലന യോഗം, സാധുജന പരിപാലന യോഗം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. അപ്പോൾ ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? 7B ആണ്. 7B ആണ്. ഓക്കെ. 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം. ഭഗത് സിംഗിനെ തൂക്കിലേറ്റി. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചു. 1940 ജൂലൈ 31. കറക്റ്റ് ആൻസർ ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ തീയതിയാണ് 1940 ജൂലൈ 31. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23-നാണ്. 1931 മാർച്ച് 23-നാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത്. മാർച്ച് 23, 1931 മാർച്ച് 23-നാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത്. ഒന്നാം ലോക മഹായുദ്ധം നടന്നത് 1914 to 18 1914 to 18 ഒന്നാം ലോക മഹായുദ്ധം നടന്നത്. രണ്ടാം ലോക മഹായുദ്ധം നടന്ന കാലയളവ് 1939 to 45 39 to 45. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചതോ 1942-ലാണ്. 1942-ലാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത്. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല പ്രാഥമിക മേഖലയാണ്. പ്രാഥമിക മേഖലയുടെ മറ്റൊരു പേരാണെന്ത്? കാർഷിക മേഖല. 3 മേഖലകളാണുള്ളത്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യം ഉള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഇനി പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലെ ശരിയായ ജോഡി കണ്ടെത്തുക. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനം. മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്താണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത. നാലാം പഞ്ചവത്സര പദ്ധതി സ്വാശ്രയത്വം. ഓക്കെ. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ളത് സി ആണ്. 11 സി ആണ്. CC. അടുത്ത ക്വസ്റ്റ്യൻ. മാനവ വികസന സൂചികയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക. UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്. ശരിയാണ്, UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്. ആയുർദൈർഘ്യം ഇത് കണ്ടെത്താനുള്ള സൂചികയിലെ ഒരു ഘടകമാണ് ആയുർദൈർഘ്യം. 1, 3 ആണ് ശരി. 1, 3. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരം അത് മിന്നു മണി. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരമാണ് മിന്നു മണി. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥയാണ് ഏതാണ്? മഹൽവാരി വ്യവസ്ഥ. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥയാണ് മഹൽവാരി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭുവാണ്. 1793-ലാണ് നടപ്പിലാക്കിയത്. ബംഗാൾ, ബീഹാർ, ഒറീസ സംസ്ഥാനങ്ങളിലാണ് നടപ്പിലാക്കിയത്. റേറ്റ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുണ്ടായതാണ്. റേറ്റ് വാരി വ്യവസ്ഥ 1820 തോമസ് മൺട്രോയാണ് ഇത് നടപ്പിലാക്കി വന്നിരുന്നത്. മഹൽവാരി വ്യവസ്ഥ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കി വന്നതാണ്. 1833 ഹോട്ട് മെക്കൻസിയാണ് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക. കരിമ്പ് എവിടെയാണ്? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ്.
കരിമ്പ് ഉത്തർപ്രദേശ്. തേയില അസം. ചണം ബംഗാൾ. ഗോതമ്പ് പഞ്ചാബ്. ബി ആണ് ആൻസർ. 15 ബി ആണ് വരുന്നത്. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നു. അത് തെറ്റാണ്. ശരിയായതാണ് ചോദിച്ചേക്കുന്നത്. സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നു. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നു. അത് തെറ്റാണ്. പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നു. തെറ്റാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. ശരിയാണ്. 4 മാത്രമാണ് ശരി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്? രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കുന്നതാണ്. രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നതല്ല, രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുന്നു. തിരഞ്ഞെടുപ്പിന് വേണ്ട ഉദ്യോഗസ്ഥരെ അനുവദിക്കാൻ പ്രസിഡന്റിനോട് അനുവാദം അല്ലെങ്കിൽ അപേക്ഷ കൊടുക്കുന്നുണ്ട്. അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് അപേക്ഷിക്കുന്നു. തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനും നീട്ടിവെക്കാനുമുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷനുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുന്നു. പിന്നെന്തൊക്കെയാണ്? തിരഞ്ഞെടുപ്പ് ചെലവിന് പരിധി നിശ്ചയിക്കുന്നു. ഇതൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലയായിട്ട് വരുന്നത്. 1950 ജനുവരി 25 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. 324 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ. 324. 326 പറയുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് 326. ഓക്കെ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ശുപാർശയല്ല, ശരിയായിട്ടുള്ളത് ശിപാർശയാണ്. ശിപാർശ. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് ആരാണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത് സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ധവള വിപ്ലവം. 1970 ഈ ഓപ്പറേഷൻ ഫ്ലഡ് നടന്നിട്ടുള്ളത്. ധവള വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശമല്ലാത്തത് ഏതാണ്? സമത്വാവകാശം, സ്വാതന്ത്ര്യാവകാശം, സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങൾ, സ്വത്തവകാശമാണ് ഇതിൽ മൗലികാവകാശം അല്ലാത്തത്. സ്വത്തവകാശം ഇപ്പോൾ നിയമാവകാശമാണ്. 2002 86 ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏതാണ്? 2002 86 ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്ന് പറയുന്നതാണ് 2002 86 ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം. അപ്പോൾ ഇവിടെ ഒന്ന് മാത്രമാണ് ശരി. ഒന്ന് മാത്രം ശരിയാണ്. സി ആണ് ആൻസർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. അതിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ചെയർമാൻ BR അംബേദ്കർ ആണ്. ആ 7 അംഗങ്ങളിൽ DP കെയ്ത്താൻ്റെ മരണശേഷം വന്നതാണ് TT കൃഷ്ണമാചാരി. 7 അംഗങ്ങളിൽ DP കെയ്ത്താൻ്റെ മരണശേഷം വന്നയാളാണ് TT കൃഷ്ണമാചാരി. BL മിത്തർ രാജിവെച്ചതിന് ശേഷം വന്നതാണ് N മാധവറാവു. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, മാറരുത്. DP കെയ്ത്താൻ്റെ മരണശേഷം വന്നതാണ് TT കൃഷ്ണമാചാരി. BL മിത്തർ രാജിവെച്ചതിന് ശേഷം വന്നതാണ് N മാധവറാവു.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. അതിൻ്റെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9 അപ്പോൾ ഒരു താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു ആദ്യത്തെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ താൽക്കാലിക അധ്യക്ഷൻ. ശേഷം ഡിസംബർ 11 സ്ഥിര അധ്യക്ഷനായിട്ട് രാജേന്ദ്ര പ്രസാദ് ചുമതലയേൽക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായോ മറ്റു സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? അത് കോട്ടയമാണ്. 26A ആണ് ആൻസർ. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ജോൺ ജോസഫ് മർഫിയാണ്. ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ശാസ്താംകോട്ടയാണ്. അപ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ്? NW3 ആണ്. അപ്പോൾ ദേശീയ ജലപാത 1 NW1 അത് ഗംഗാ നദിയിലാണ്. അലഹബാദ് ടു ഹാൽദിയ വരെയുള്ളതാണ്. NW2 ആണെങ്കിൽ അത് ബ്രഹ്മപുത്ര നദിയിലാണ്. സാദിയ ടു ധൂബ്രി വരെയാണ് അതുള്ളത്. NW3 കൊല്ലം ടു കോട്ടപ്പുറമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അത് കൊല്ലം ടു കോഴിക്കോടാണ്. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതുക. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? രേഖയാണ് ഉത്തരായന രേഖ. സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1984 സൈരന്ത്രി എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. ഈ സൈലന്റ് വാലി എന്ന പേര് കൊടുത്തത് റോബർട്ട് വൈറ്റ് ആണ്. ഇരവികുളം നാഷണൽ പാർക്ക് വന്നത് 1978 ഇരവികുളം വന്നത്. ഇരവികുളം, ആനമുടിച്ചോല, മതികെട്ടാഞ്ചോല, പാമ്പാടുംചോല ഈ 4 ദേശീയോദ്യാനം എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. സൈലന്റ് വാലി മാത്രമാണ് പാലക്കാട് ജില്ലയിൽ. ഇരവികുളം 1978, ആനമുടിച്ചോല, മതികെട്ടാഞ്ചോല, പാമ്പാടുംചോല വന്നത് 2003. അടുത്ത ക്വസ്റ്റ്യൻ. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു? ചാലക്കുടിപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ശബരിഗിരി. ആദ്യത്തേതാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. ആദ്യത്തേത് പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. ഏറ്റവും വലുത് ഇടുക്കി. ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത്? അത് ബംഗ്ലാദേശാണ്. ഉത്തരമഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏതാണ്? കടലിടുക്കാണ് പാക് കടലിടുക്കാണ്. ഹിമാലയൻ നദി അല്ലാത്തത് ഏതാണ്? ആദ്യം തന്നെയുണ്ട് കൃഷ്ണയാണ്. ഹിമാലയൻ നദി അല്ലാത്തത് കൃഷ്ണയാണ്. കൃഷ്ണ ഉപദ്വീപീയ നദിയാണ്. നദികളിൽ വലുപ്പത്തിൽ മൂന്നാമത്തെ നദിയാണ് കൃഷ്ണ. ഏറ്റവും വലുത് ഗംഗയാണ്.
രണ്ടാമത്തത് ഗോദാവരിയാണ്, മൂന്നാമത്തതാണ് കൃഷ്ണ. ഉപദ്വീപീയ നദികളിൽ രണ്ടാമത്തെ നദി, വലുപ്പത്തിൽ രണ്ടാമത്തെ നദിയാണ് കൃഷ്ണ. ഏറ്റവും വലുത് ഗോദാവരിയാണ്, രണ്ടാമത്തത് കൃഷ്ണ. ഓക്കെ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്താണ് വളപട്ടണം. വളപട്ടണം കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്താണ് വളപട്ടണം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. പുന്നമടക്കായൽ. പ്രസിഡന്റ് ട്രോഫി ആണെങ്കിൽ അത് അഷ്ടമുടിക്കായലിലാണ്. അഷ്ടമുടിക്കായലിലാണ് പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത്, അഷ്ടമുടിക്കായലിലാണ്. ജലത്തിലൂടെ പകരുന്ന ഒരു രോഗം ഏതാണ്? ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് കോളറ. കോളറ. പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? പല്ലിലെ ഇനാമലിന് നാശം ഉണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? ഏതാ? ലാക്റ്റിക് ആസിഡാണ്. ലാക്റ്റിക് ആസിഡാണ്. നമ്മുടെ ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. പല്ലിലെ ഇനാമലിന് നാശം ഉണ്ടാക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. അടുത്തത് ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ സാംക്രമിക രോഗമല്ലാത്തത് ഏതാണ്? സാംക്രമിക രോഗമല്ലാത്തത് ക്യാൻസറാണ്. ക്യാൻസറാണ്. ECGയുടെ പൂർണ്ണരൂപം ഇലക്ട്രോകാർഡിയോഗ്രാമാണ്. ഇലക്ട്രോകാർഡിയോഗ്രാമാണ് ECG. ECG ഇലക്ട്രോകാർഡിയോഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ. പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക. പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക. ഡി ആണ് വരുന്നത്. ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം. ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം. അപ്പോൾ എന്താണ് ഈ ഭാഗത്ത് വരുന്നതാണ് നമ്മൾ പല്ലുകളെ കുറിച്ച് പറയുന്നത്. 4 ടൈപ്പ് പല്ലുകളുണ്ട്. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. അതിൽ ഉളിപ്പല്ല് എന്താണ്? കടിച്ചു മുറിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഉളിപ്പല്ല്. കടിച്ച് കീറാൻ ഉപയോഗിക്കുന്നതാണ് കോമ്പല്ല്. ചവച്ചരയ്ക്കാൻ ഉപയോഗിക്കുന്ന 2 ടൈപ്പ് പല്ലുകളാണ് ചർവണകവും അഗ്രചർവണകവും. ഇതിൻ്റെ എണ്ണം ഉളിപ്പല്ല് 8 എണ്ണമാണുള്ളത്. ഉളിപ്പല്ല് 8 എണ്ണം, കോമ്പല്ല് 4 എണ്ണം, അഗ്രചർവണകം 8 എണ്ണം, ചർവണകം 12 എണ്ണം. ഇങ്ങനെയാണ് എണ്ണം വരുന്നത്. ഉളിപ്പല്ല് 8 എണ്ണം, അഗ്രചർവണകം 8 എണ്ണം, കോമ്പല്ല് 4 എണ്ണം, ചർവണകം 12 എണ്ണം. ചവച്ചരയ്ക്കാൻ അഗ്രചർവണകം, ചർവണകം ഉപയോഗിക്കുന്നു. കോമ്പല്ല് കടിച്ചു കീറാൻ, കടിച്ചു മുറിക്കാൻ ഉളിപ്പല്ല്. അടുത്ത ക്വസ്റ്റ്യൻ. കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക. പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയാണ്. പാൻക്രിയാസ് ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ്. പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. ഓക്കെ. 47. ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? സി ആണ്, പോപ്പിച്ചെടിയാണ്. ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? പോപ്പിച്ചെടി. പോപ്പിച്ചെടി. പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് എംഫസിമ. അടുത്തത് ശരിയായ ജോഡി ഏതാണ്? ജീവകം എ. ജീവകം എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത. നിശാന്തത. ജീവകം ബി ബെറിബെറി. ജീവകം സി സ്കർവി. ജീവകം ഡി റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. ഓക്കെ. അപ്പോൾ ആൻസർ വരുന്നത് സി ആണ്. സി ആണ് ആൻസർ വരുന്നത്. ജീവകം എ നിശാന്തത, ബി ബെറിബെറി, സി സ്കർവി, ഡി റിക്കറ്റ്സ്. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ്? ശരീരത്തിലെ രോഗപ്രതിരോധം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ്? ശ്വേതരക്താണുക്കളാണ്. ശ്വേതരക്താണുക്കളാണ് WBC. അപ്പോൾ ശരീരത്തിലെ പട്ടാളക്കാർ എന്നറിയപ്പെടുന്ന ആളാണ് ശ്വേതരക്താണുക്കൾ. മർമ്മമുള്ള ഏക രക്തകോശമാണ് ശ്വേതരക്താണു. രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുന്നു. രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശ്വേതം പേരിൽ നിന്ന് തന്നെ അറിയാം, ഇതിന് നിറമില്ല. നിറമില്ലാത്ത രക്തകോശമാണിത്.
ശ്വേതരക്താണുക്കൾ 5 വിധത്തിലാണുള്ളത്. ന്യൂട്രോഫില്, ഈസ്നോഫില്, ബേസോഫില്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഇതിലേറ്റവും വലിയ ശ്വേതരക്താണുവാണ് മോണോസൈറ്റ്. ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റ് ആണ്. ഏറ്റവും ചെറുത് ലിംഫോസൈറ്റ് ആണ്.